എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ? എൻ്റെ വലിയ കുഴപ്പമില്ലാതെ പോയി കേട്ടോ. നല്ലൊരു ന്യൂ ഇയറും ക്രിസ്മസും തന്നെ ആയിരുന്നു എനിക്ക്. നിങ്ങളും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഈവനിങ് ഞാനും നന്ദുവും വൈഷുമായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീഡനിൽ തന്നെ ഗോതൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ട്രയാങ്കിളിൽ നിന്ന് ട്രെയിനാട്ടോ പോയത്. റിസർവേഷൻ ചെയ്തിട്ട് പോകാഞ്ഞുകൊണ്ട് തന്നെയും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടുമെന്ന്. എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇരിക്കാൻ നല്ലൊരു സീറ്റ് തന്നെ കിട്ടി കേട്ടോ. അതുകൊണ്ട് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു പോകാൻ പറ്റി. നമുക്ക് 3 മണിക്കാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുട്ടി തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേ സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. വൈഷുവിനുള്ള അത്യാവശ്യം ഫുഡൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നേ, ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ആയിട്ട്. പിന്നെ രാത്രി കൊടുക്കാനുള്ള ഇഡ്ഡലി സഹിതമായിട്ടാട്ടോ ഞാൻ വന്നത്. കാരണം വൈഷു ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഹാപ്പിയാണ്, ഞങ്ങളുടെ പാതി സ്ട്രെസ് അങ്ങ് ഒഴിവായി കിട്ടും. പിന്നെ ട്രെയിനിൽ കയറാൻ നേരത്തെ ഒരാൾ തണുപ്പൊന്നും ഇല്ലയെന്നും പറഞ്ഞ് ജാക്കറ്റൊക്കെ ഊരി മാറ്റിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ കയറിയ ട്രെയിനിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെയും അധികം ആളും ഒന്നും കാണത്തില്ലെന്നാട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തത് നമ്മൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളായിരുന്നു. ഹോട്ടൽ ഒപ്പേറ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. സത്യം പറഞ്ഞ ഹോട്ടലെത്തി റൂം കയറാൻ നേരത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും നല്ലൊരു റൂം ആയിരിക്കുമെന്ന്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്റ്റോക്കോം പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എടുത്ത റൂം അത്യാവശ്യം നല്ല റേറ്റും ആയിരുന്നു. ഭയങ്കര കുഞ്ഞു റൂമായിരുന്നു. ഞങ്ങൾ 3 പേർക്ക് കഷ്ടിച്ച് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം എടുത്ത ഈ റൂം കമ്പാരിറ്റീവ്ലി അന്നത്തേനെക്കാട്ട് റേറ്റ് കുറവുമാണ്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നടയ്ക്കാണ് നന്ദു ഇവിടുത്തെ ഒരു പ്രീമിയം റൂം തന്നെ ആയിരുന്നു ബുക്ക് ചെയ്തതെന്നുള്ളത്. ഇവിടെ ഈ ഫ്രൂട്ട്സിൻ്റെ അവിടെ VIP എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് റൂമിലെ ബാത്റൂം വരുന്നത്. എനിക്കിതെല്ലാം പകൽ വീഡിയോ എടുത്ത് കാണിക്കണമെന്നായിരുന്നേ. അപ്പോൾ കുറച്ചുകൂടി വെട്ടം കിട്ടുമല്ലോ. പക്ഷേ നാളത്തേക്ക് ഈ റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഒക്കെ അവസ്ഥ എന്താവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാട്ടോ രാത്രി തന്നെ എടുത്തത്. ഇവിടെ ഇപ്പോൾ 5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ഇറിറ്റേറ്റുണ്ടായിരുന്നേ. പിന്നെ റൂമിലൊരു ചെറിയ കബോർഡും പിന്നെ ഒരു മിനി ഫ്രിഡ്ജൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഡ്രിങ്ക്സായിട്ട് ഈ ആപ്പിൾ ജ്യൂസ്, പെപ്സി, പിന്നെ 7up, പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, മാംഗോ ജ്യൂസ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ കോഫി മേക്കറൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സാധനം ആദ്യം എനിക്ക് കണ്ടപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നന്ദു ഇങ്ങനെ നൂത്ത് കാണിച്ചപ്പോഴാണ് ഇതേപോലെ ഒരു ബങ്ക് ബെഡും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. വേണേൽ എക്സ്ട്രാ 2 അഡൾട്ട്സിനും കൂടി റൂമിൽ നിൽക്കായിരുന്നു കേട്ടോ. മൊത്തം 4 അഡൾട്ട്സിന് റൂമിൽ നിൽക്കായിരുന്നു. അപ്പോൾ വന്ന് കയറിയപ്പോഴേ വൈഷു നല്ല ഹാപ്പിയായി. റൂമൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് നോട്ട് പാഡും പേനയൊക്കെ എടുത്ത് വെച്ച് അവളും കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. കാരണം പിന്നെ ഫ്രഷ് ആയാലും വൈഷുവിന് ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് സമയം പോയി. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ പിന്നെ ഏതൊരു ഹോട്ടൽ ബുക്ക് ചെയ്താലും അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ഹോട്ടൽ ബുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം അതാകുമ്പോൾ രാവിലെ പിന്നെ പ്രത്യേകിച്ച് തപ്പി നടക്കണ്ടല്ലോ ഹോട്ടലൊക്കെ നോക്കി. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ തന്നെ. അതുകൊണ്ട് എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഉള്ള ഇവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കല്ലോ, ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്സ്, മീറ്റ് ബോൾസ്, പിന്നെ കുറേ പല വെറൈറ്റി ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക സുഖമുള്ള ഒരു തണുപ്പായിരുന്നു അന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പം. നമ്മൾ ഈ സ്കൂളൊക്കെ അടച്ചു നിൽക്കുന്ന സമയത്ത് ക്രിസ്മസ് അവധിക്ക് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക തണുപ്പ് ഫീൽ ആവത്തില്ലേ? ആ ഒരു തണുപ്പ് എനിക്ക് ശരിക്കും ഫീലായി. എനിക്കപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ ഞാൻ രാവിലെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അവധി സമയത്ത് രാവിലെ നേരത്തെ എണീക്കാൻ. അതാകുമ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അന്ന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഒരു ഒക്ടോപ്പസിൻ്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
ഓസ്വേൾഡ് എന്നായിരുന്നു ഈ ഒരു കാർട്ടൂണിൻ്റെ പേര്. അന്നത്തെ എൻ്റെ ഒരു മെയിൻ ഹോബി തന്നെയായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് ഈ കാർട്ടൂൺ കാണുക എന്നുള്ളത്. ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നത് ലിസ്ബർഗിലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇതൊരു സയൻസ് മ്യൂസിയമാണ്. ഇവിടെ എന്തോ 7 ഫ്ലോർ എന്തോ ഉണ്ട്. ഓരോ ഫ്ലോറിലും ഓരോ കാര്യങ്ങളാട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അവരൊരു ചെറിയ റെയിൻ ഫോറസ്റ്റ് തന്നെ അവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാ ഫ്ലോറിലും ഒന്നും കയറാൻ നിന്നില്ല. കാരണം വൈഷുവും കൂടി ഉള്ളതുകൊണ്ട് അവക്കും കൂടി കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ഇഷ്ടമൊക്കെ തോന്നുന്ന കാര്യങ്ങളാട്ടോ കയറി കണ്ടത്. അപ്പോൾ കയറി വരുമ്പോഴേ ഒരു ചെറിയ പോണ്ടൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സാധനം ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടും അത് അനങ്ങുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. തിരിച്ചു വന്നിട്ടും അത് അതേപോലെ തന്നെ ആട്ടോ ഇരുന്നത്. പക്ഷെ അതിൻ്റെ കണ്ണ് കണ്ട ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. വൈഷുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഫിഷിനെയൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ അവൾക്ക് ഇടയ്ക്കൊക്കെ മീൻ ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഫിഷ് ആണെന്നും പറഞ്ഞല്ല, ചിക്കൻ ആണെന്നും പറഞ്ഞ് കൊടുക്കും കേട്ടോ. കാരണം ഫിഷ് ആണെന്നും പറഞ്ഞ് കൊടുത്താൽ അവൾ കഴിക്കത്തേ ഇല്ല. അവളുടെ വിചാരം അവൾക്ക് ഫിഷൊക്കെ കളിക്കാനുള്ള എന്തോ ഒരു സാധനമാണെന്നാട്ടോ. ഇനി വളർന്നൊക്കെ വരുമ്പോൾ അവൾ തന്നെ മനസ്സിലാക്കി കഴിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു കൊച്ചു കടൽ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ കടലിൻ്റെ അടിയിലൊക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ ഉള്ള സെയിം രീതി തന്നെ ആയിരുന്നു കേട്ടോ ഇത് നേരിട്ട് കണ്ടപ്പം. ഈ ഒരു ജീവി ഇതിനകത്തുണ്ടെന്നുള്ളത് ഇതിങ്ങനെ അനങ്ങി തുടങ്ങിയപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ആദ്യം ഞാൻ വിചാരിച്ച് എന്തോ ചെടിയാണെന്ന്, പിന്നെ ഇതിങ്ങനെ അനങ്ങി തുടങ്ങിയപ്പോഴാണ് എന്തോ ഇതിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഈ ഒരു ഫിഷ് ഉണ്ടോ, ശരിക്കും ആ മണ്ണിൻ്റെ കളർ തന്നെയല്ലേ, ഇത് അനങ്ങിയില്ല ഇതിനകത്തും സാധനം ഉണ്ടെന്നുള്ളത് മനസ്സിലാവത്തില്ല കേട്ടോ. ഈ ഒരു യെല്ലോ കളർ ഫിഷിനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് മറ്റേ മൂവി വരുന്ന ഫിഷ് ആണെന്നാണ്. പിന്നെ ചാറ്റ് GPT എടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മൂവിയിലുള്ളത് ക്ലൗൺ ഫിഷും ഇതിൻ്റെ പേര് ഫോക്സ് ഫേസ് റാബിറ്റ് ഫിഷ് എന്നുമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടിങ്ങോട്ട് ഇറങ്ങുമ്പം റെപ്റ്റൈൽസിൻ്റെ ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അധികം നേരം നിന്നില്ല. കാരണം ഇത് കണ്ണാടിക്കൂടിലാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് കാണാൻ തന്നെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ശരിക്കും എൻ്റെ കാലിൽ കൂടെ എഴയുന്ന പോലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കളറിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ സ്നേക്കിനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ നോക്കിയത് അതിൻ്റെ അടുത്ത് വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നാട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ഒരു 200 മീറ്റർ നടന്നാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ബോംബെ സ്ട്രീറ്റ് എന്നായിരുന്നു കേട്ടോ പേര്. അതിൻ്റെ അകത്തൊക്കെ കയറിയപ്പോൾ നല്ലൊരു ആംബിയൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ കടയൊക്കെ കാണാനായിട്ട്. കഴിക്കാൻ മേടിച്ചത് നന്ദു ഈ ചിക്കൻ തന്തൂരിയും ഞാനൊരു മട്ടൻ ബിരിയാണിയും, വാവയ്ക്ക് കൊടുക്കാൻ നമ്മൾ ചിക്കൻ ടിക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. ബിരിയാണിയുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും ആൽമോയിലൊക്കെ കിട്ടുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ. ഞാൻ വേറൊരു ടേസ്റ്റാണ് പ്രതീക്ഷ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ, പക്ഷെ അത്ര ഒത്തില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ക്യാരറ്റ് ഹൽവയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇവളെ സ്ട്രോളറിയും നിറയ്ക്കുക, പിന്നെ അത് തിരിച്ചിരുത്തുന്ന കാര്യം കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അവൾക്ക് ഇരിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങ് ഭയങ്കര ഓട്ടമായിരിക്കും. നമ്മൾ ഈ കയറിയ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയും കൂടി കയറിയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ റൈഡിലൊന്നും കയറാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ വൈഷുവും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് റൈഡിലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അകത്ത് കയറിയപ്പോൾ റൈഡിലൊന്നും കയറിയില്ലെങ്കിലും കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സ്നോയൊക്കെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒരു രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ അവിടെ കുറേ ഗെയിം സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ചോക്ലേറ്റിൻ്റെയൊക്കെ കിഡ്സ്, ഓറിയോ, മാരബോ, അങ്ങനെ വേറെ കുറേ ബ്രാൻഡിൻ്റെയൊക്കെ ഗെയിം സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ.
റൈഡ് കണ്ടോ? ശരിക്കും പറഞ്ഞ് എനിക്ക് താഴെ നിന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തിരിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അതാണ് ഇങ്ങനെ മേളിൽ പതുക്കെ കൊണ്ട് നിർത്തിയിട്ട് പെട്ടെന്നാട്ടോ ഇങ്ങനെ താഴോട്ട് വീഴുന്നത്. ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര പേടിയാണ്. ഈ ഒരു കാര്യത്തിൽ പിന്നെ നന്ദുവും എൻ്റെ നന്ദുവിനും ഇങ്ങനെയുള്ള റൈഡിലൊന്നും കയറുന്നതിനോടൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. റൈഡിലൊക്കെ കയറാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലതാട്ടോ. വേറെ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നേ ഇവിടെ. Jag vet inte vart. Men det är här jag tänker att ni kommer in i bilden. För att visst vet ni att... Funka! Men! Pappa får ont i mig så vi ska hålla i flera timmar. പിന്നെ അതിനകത്ത് തന്നെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നേ. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്നും വെച്ച് അങ്ങോട്ട് പോയത്. പക്ഷേ ഒന്നുമില്ലായിരുന്നു കേട്ടോ. 1-2 ഫുഡിൻ്റെ ഷോപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അതും ഞങ്ങൾക്ക് അത്ര താല്പര്യമുള്ള ഫുഡൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു 2 മണി ആയപ്പോഴേ ഇതേപോലെ ഫോഗ് ആവാൻ തുടങ്ങി കേട്ടോ. നല്ല ഫോഗായി തുടങ്ങിയായിരുന്നു ആ സമയമൊക്കെ ആയപ്പോഴേ. പിന്നെ ഇതേപോലെ റാബിറ്റിൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഇട്ട് ഇതേപോലെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നേ. വൈശുവിനെ ഈ കിടന്ന് വിളിച്ചതിനാട്ടോ അവൾ പിണങ്ങിയതായി ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ ഗോതൻബർഗ് ട്രിപ്പ് കഴിഞ്ഞ് പോകാൻ സമയമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലം കാണുന്നതിനെക്കാട്ടി കൂടുതൽ സെയിം നമ്മുടെ ലൈഫിൽ നിന്ന് മാറി 2 ദിവസം ഒന്ന് മാറി നിൽക്കാമല്ലോ എന്നും വെച്ചാട്ടോ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം വൈഷുവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്കും ഈ ട്രിപ്പ് ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു കേട്ടോ. അവൾ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വഴക്കാക്കുകയോ അല്ലെ എന്തെങ്കിലും മൂഷട്ടത്തരമൊക്കെ എടുത്താലും നമ്മളെയും കൂടി അത് ബാധിക്കുമല്ലോ. പക്ഷെ അവൾ ശരിക്കും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെയും. തിരിച്ചു പോകുന്നത് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചയൊക്കെ കണ്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. സെയിം സീറ്റ് തന്നെ കിട്ടി കേട്ടോ ഞങ്ങൾക്ക് ട്രെയിനിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ട്രയാങ്കിളിൽ വന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ജോവൻ ജ്യൂസിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടാട്ടോ വീട്ടിലോട്ട് പോയത്. വീട്ടിലെത്തി തിരിച്ച് വന്ന് ഞങ്ങൾ സ്ട്രേഞ്ചർ തിങ്സും കണ്ടു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നപ്പോഴായിരുന്നല്ലോ ഇതിൻ്റെ അടുത്ത സീസൺ വന്നത്. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പം തിരിച്ച് വന്ന് രാത്രിയിലായപ്പോൾ ഇതും കണ്ടിട്ടാട്ടോ കിടന്നുറങ്ങിയത്. അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.